തുഷാർ ഗാന്ധിക്കെതിരായ RSS ആക്രമണത്തിൽ പോലീസ് കേസ്. 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതേസമയം തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, ഇപ്പോൾ ഇത്തരത്തിൽ തുഷാർ ഗാന്ധിക്കെതിരായ ഈ ഒരു RSS ആക്രമണത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വളരെയധികം മോശകരമായ ഒരു കാര്യമാണ്. കാരണം കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് തുഷാർ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലൊരു പ്രതികരണം RSSന്റെ ഭാഗത്തു ഉണ്ടായത്. ആ പ്രതികരണത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒത്താശ ചെയ്യുന്ന ഒരു മറുപടിയാണ് BJP സംസ്ഥാന നേതൃത്വം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നതും. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, സംഭവത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. DYF അടക്കം വരുന്ന സംഘടനകൾ ഇന്ന് പ്രതിഷേധ യോഗം വിളിച്ചിട്ടുണ്ട്. അവരുടെ പ്രസ്താവനയും പുറത്തു വന്നു. അതിന് പുറമെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശന നടപടി ഉണ്ടാവും, ജനാധിപത്യപരമായും ഒപ്പം തന്നെ നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്പം മുമ്പാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ലാത്ത നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വിദ്രോഹ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാകില്ല. ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരമായും ജനാധിപത്യപരമായ നടപടി ഉണ്ടാകും. പൊതുജനാഭിപ്രായം വളർത്തി സമൂഹമാകെ ഇത്തരം ചെയ്തികളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. രാജ്യത്തിൻ്റെ ആത്മാവിന് വർഗീയതയുടെ അർബുദബാധ ഉണ്ട് എന്ന ആശങ്കയാണ് തുഷാർ ഗാന്ധി പങ്കുവച്ചത്. നമ്മുടെ സംസ്കാരം വിരുദ്ധ അഭിപ്രായങ്ങൾ ബഹുമാനിക്കുന്നതാണ്. ആ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്തുക കൂടിയാണ് സംഘപരിവാർ പ്രകോപനത്തിന് പിന്നിലുള്ളത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും ജനാധിപത്യപരമായും നിയമപരമായും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. നെയ്യാറ്റിൻകര പോലീസ് ആ സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. RSS പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ അവിടുത്തെ നെയ്യാറ്റിൻകര കൗൺസിലറായിട്ടുള്ള BJPയുടെ നേതാവ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളുടെ പട്ടിക ആരൊക്കെയാണ് കേസിൽ പ്രതിയായിട്ടുള്ളത് എന്ന് പോലീസ് പറയുന്നില്ല. 5 പേർക്കെതിരെ നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് DYFയുടെ നേതൃത്വത്തിൽ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധ യോഗം, ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. DYFയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ഷിജു ഖാനാണ് ആ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുക. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സമാനമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ വിഷയത്തിൽ RSSന്റെ ഈ കടന്നാക്രമണത്തിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സിന്ധൂരി, നിർബൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഈ ഒരു വാർത്ത വന്നപ്പോൾ മുതൽ നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതൊരു ഉത്തരേന്ത്യയെ ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, ഇത് കേരളമാണ്, ഇവിടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അതിനെ സ്വതന്ത്രമായി കാണുവാനുള്ള മനസ്സുണ്ടാവണം, ഇത്തരത്തിലുള്ള അതിക്രമം ഇവിടെ പാടില്ല എന്നാണ് എല്ലായിടങ്ങളിൽ നിന്നും പൊതുവായി വരുന്നൊരു പ്രതികരണം. അതുതന്നെയാണ് ഇപ്പോൾ അവസാനമായി മുഖ്യമന്ത്രിയും പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ എതിരഭിപ്രായം പറയുന്നത്, പ്രത്യേകിച്ച് സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരെ കൊലപ്പെടുത്തുക, ആൾക്കൂട്ട കൊലപാതകം ഉണ്ടാകുക, അവർക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം ഉണ്ടാകുക, അവരെ വീടിന് നേരെ അതിക്രമം ഉണ്ടാകുക, ഇത്തരം സംഭവത്തിൽ കള്ളക്കേസിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ വളരെ ധാരാളമായി നടക്കുന്ന സംഭവമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എതിരഭിപ്രായങ്ങളെയും വിയോജിപ്പുകളെയും അംഗീകരിക്കുകയും സംവാദാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഗാന്ധിജി നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ കാണാനെത്തിയ ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള തുഷാർ ഗാന്ധി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്, വർക്കല ശിവഗിരിയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തത്. അതിന് ഇടയിലാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്ത് പിരിഞ്ഞ് വാഹനത്തിലേക്ക് കയറാൻ മുതിരുന്ന ഘട്ടത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് നേർക്ക് ഉണ്ടായത്. അദ്ദേഹം കേരളത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന സംഘപരിവാറിൻ്റെ വലിയ തരത്തിലുള്ള കടന്നാക്രമണത്തിനെതിരെ, പ്രത്യേകിച്ച് ഗാന്ധിയുടെ ആശയങ്ങളെയും ചരിത്രത്തിൽ നിന്ന് അടക്കം തുടച്ചു നിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഈ വർഗീയതയുടെ വലിയ തരത്തിലുള്ള അർബുദമാണ് രാജ്യത്ത് വ്യാപിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലും മതേതര പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവരുടെയും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം
അദ്ദേഹം ആ വേദിയിൽ തുറന്നു പറയുന്നു. അതിനുശേഷം മടങ്ങുമ്പോഴാണ് RSS വലിയ തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. 2-3 നേതാക്കൾ അദ്ദേഹത്തിനോട് വന്ന് നേരിട്ട് ഈ പ്രസ്താവന, അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു കാരണവശാലും തൻ്റെ അഭിപ്രായമാണ്, പിൻവലിക്കാൻ തയ്യാറാകില്ല എന്ന് പറയുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായി തടഞ്ഞു വെക്കുന്ന തരത്തിലും അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിന് വലിയ തരത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം വാഹനത്തിലേക്ക് കയറിയപ്പോൾ വാഹനം തടഞ്ഞു നിർത്തി വീണ്ടും ഏകദേശം 15 മിനിറ്റോളം അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുന്ന സമീപനം ഉണ്ടായി. ഇതിനാണ് കേരളത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. സിന്ധൂരി. ശരി, വ്യക്തമാണ് നിർബൻ. തുഷാർ ഗാന്ധിക്കെതിരായ RSS ആക്രമണത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ കടന്നാക്രമണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. വിശദാംശങ്ങൾ നൽകിയത് നിർബൻ ചക്രവർത്തിയാണ്.